നല്ല മഴ. പാത്രം ഇതിന്റെ അകത്ത് എന്താ ഉള്ളത് നോക്കട്ടെ. ഇതെന്താ സംഭവം നോക്കട്ടെ. അയ്യോ, അപ്പം പെട്ടെന്ന് ഇവിടുന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോയിട്ട് എങ്ങനെ പരിപാടി പ്ലാൻ ചെയ്യണം. അതെ, അത് ഞങ്ങൾക്ക് ഇവരോട് പറയണ്ടേ. ഞങ്ങൾ കുറെ എന്തായാലും നടക്കുന്നു. എന്തൊക്കെയുണ്ട്, സുഖം തന്നെയല്ലേ? ഞങ്ങൾ രണ്ടുപേരും അതേ കണ്ടിന്യൂ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു വേറൊരു കാട്ടിലേക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു കാട്, കൊതുക്, അട്ട എല്ലാം ഉണ്ട്, അനിമൽസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഏകദേശം ഡൻസിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും കുക്കിങ്ങും സ്റ്റേന്റെ ഒക്കെ പരിപാടി നോക്കാം. കുറച്ചങ്ങോട്ട് പോയിട്ട്. അപ്പോ ഞങ്ങളെ പ്ലാൻ ഇതായിരുന്നു. എവിടാ? വെളിച്ചുള്ളടത്തേക്ക് പോകും. ഇവിടെ എവിടെയും വെളിച്ചം വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, മഴ മഴ. ബാപ്പാ പോവാ ബാ. ഓടിക്കോ 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 ഓടിക്കോ. ആ മരത്തിന്റെ അടുത്തേക്ക് വിടും. വലിയ മരത്തിന്റെ അടി പോവാ. അപ്പൊ അങ്ങോട്ട് പോവാ. നല്ല മഴയാ. ഒന്നും റെക്കോർഡ് ചെയ്യാനും പറ്റുന്നില്ല. മൊബൈൽ കവറിലിടുന്നതിന് മുമ്പേ മഴ പെയ്തു. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് മഴ പോയിട്ട് കാണാം. ഓക്കെ, ബൈ. ഏകദേശമായി നിന്ന് കേട്ടാ. ഹോട്ടലിലെടുത്ത് ഇട്ടിട്ടുള്ള അതുകൊണ്ട് ഭാഗ്യമല്ല, ഇപ്പം നഞ്ഞ് പുതിർന്നു പോയാൽ. നല്ല പാത്രം. എന്താ നല്ലൊരു അടിപൊളി പാത്രം കിട്ടി കേട്ടാ. പാത്രം അതാ, സ്റ്റീൽ പാത്രം. ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് മനസ്സിലാവില്ല. കുറച്ച് കട്ടിയുണ്ട്. ഇതിനകത്ത് എന്താന്ന് മനസ്സിലാവുന്നില്ല. നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ. കഴിക്കാനുള്ള കാണുന്നത് എന്താ ഉള്ളതെന്ന് അറിയില്ല. ഇത് തുറക്കാൻ പറ്റില്ല, ജാമായി കിടക്കാം. ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സസ്പെൻസ് ഇരിക്കുന്നുണ്ട്. ആടാ ഒച്ച കേട്ടാ. എന്തോ കനായിട്ട് എന്തോ ഒരു സാധനം ഉണ്ട്. എന്തായാലും നല്ല സാധനമാണെങ്കിൽ ലോട്ടറിയാ അല്ലേ? ഇല്ല ഇല്ല, ഞാൻ കുറേ ശ്രമിച്ച് ഫുള്ള് കഴുകി വൃത്തിയാക്കിയതാ. പക്ഷെ തുറക്കാൻ കഴിയുന്നില്ല. എന്തായാലും പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കല്ലാവാൻ കല്ലൊന്നും ആവില്ല. എന്തോ ഒരു എന്തൊക്കെയോ ഉണ്ട്. ഒരു ഇരുമ്പ് പോലെ എന്തോ കുലുങ്ങുന്നുണ്ട്. സ്വർണ്ണാട്ടായിരിക്കും. അതെ. എന്തായാലും
ആ എന്ത് നോക്കാം, എന്തായാലും ഞാൻ പോകുന്ന വഴിക്കുന്നൊക്കെ ശ്രമിക്കും ഇതൊന്ന് തുറന്നു നോക്കാം. എന്തായാലും ഇപ്പം പോക്കറ്റിലിരിക്കട്ടെ. ഇല്ല, നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടാ, നല്ല ക്വാളിറ്റി ഉണ്ട്. എന്തായാലും പോക്കറ്റിലിരിക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഓക്കെ. ആ വലിയ ഇതിലിറങ്ങാൻ പറ്റുമായിരിക്കും അല്ലേ? ഇതെന്തായാലും ഇറങ്ങാൻ പറ്റില്ല. ഇല്ല, ഇത് കൊക്കയല്ലേ, ഇതെങ്ങനെ ഇറങ്ങാനാ? ഇതിലെങ്ങനെ ഇറങ്ങും? വെള്ളമല്ലേ താഴെ. ആ വെള്ളത്തിലൂടെ പോ. പക്ഷെ മലവെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും. നല്ല മഴ പെയ്താലേ ഇതൊക്കെ വെള്ളം ഒലിച്ചു പോകുന്ന സ്ഥലമാണ്. എന്താ പറഞ്ഞാൽ ഇവിടെ കാണില്ലേ കുറെ കുപ്പിയും കാര്യങ്ങളൊക്കെ ഒലിച്ചു വന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങാൻ പറ്റും. ആ അതിലേ അങ്ങ് പോവാം. വെള്ളം പെട്ടുകൂടാ. വാ, എന്തായാലും നോക്കാം, വാ. അയ്യോ, ഇത് കുയ്യാണ്. ഓഹോ, എങ്ങനെ ഇറങ്ങും? ഞാൻ തൂങ്ങി ഇറങ്ങട്ടെ. ആ ഓ, വള്ളി നോക്കിട്ടോ. നോക്ക് പോകാൻ വഴിക്കൂടാ. ഇവിടെ എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാം. കൊറേ നേരമില്ല നടക്കുന്നു. ഇത് ചെയ്യണ്ടേ? ആ, രാത്രി ആയിരിക്കും ഇപ്പൊ രസം ഈ കാട്ടിലേ. നമുക്കൊരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയാലോ? ആ, ഒഴിഞ്ഞ സ്ഥലത്ത് പോകുന്നതായിരിക്കും ഭംഗി. പക്ഷെ ഇവിടെ എനിക്ക് മലവെള്ളം വരുന്ന പേടി. മഴ പെയ്താലേ ഇതൊക്കെ കുത്തി ഒലിച്ചിങ് വരും. നമുക്കിവിടെ കുറച്ചൊരു റെസ്റ്റ് എടുത്തിട്ട് പെട്ടെന്ന് അടുത്ത മഴ പെയ്യുന്നതിന് മുമ്പേ കുക്ക് ചെയ്തിട്ട് കുറച്ചൊരു നല്ല സ്ഥലത്തേക്ക് മാറാം അല്ലേ?
ഒന്ന് മുഖം കേട്ടെ. മുഖം, അതെ അതെ, നല്ല സ്ലിപ്പ്. അതെ അതെ. നല്ല സ്ലിപ്പറി അല്ലേ? എന്താ ശബ്ദം അല്ലേ ഈ വീടിന്റെ? മടുത്ത നീ എത്ര കിടക്കുന്നുണ്ട്? അവിടെ ഒരു കിളി ഇരിക്കുന്നുണ്ടോ? മൂങ്ങിയ അത് വേണ്ട, വലിയൊരു അത് മൂങ്ങിയാണോ നല്ലതാ? മൂങ്ങിയത് മൂങ്ങിയത് മൂങ്ങിയാണോ ഒരു കരിന്തോ? അല്ലല്ല, മൂങ്ങിയത് വേണ്ട വേണ്ട. ഹലോ, സുഖം തന്നെയല്ലേ? എന്തൊക്കെയുണ്ട്? കണ്ടോണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ ഞങ്ങളിങ്ങനെ അധ്വാനിക്കുന്നത്? ഇതൊക്കെയാണ് കാടിന്റെ അവസ്ഥ. ഞങ്ങൾ മഴയത്ത് പെട്ടു, ക്യാമറ പോലും പുറത്തെടുക്കാൻ പറ്റിയില്ല, അങ്ങനെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ ഒരു ചെറിയൊരു നല്ല മരത്തിന്റെ ചോല കണ്ടപ്പോൾ അതിൽ കയറി നിന്ന്, പിന്നെ മഴ ഒന്ന് തണിഞ്ഞപ്പോൾ വീണ്ടും നടത്തം തുടങ്ങി. അങ്ങനെ നടന്നൊരു വള്ളിക്കാട്ടിലെത്തിയിട്ടുണ്ട്. വള്ളിയും പാറയും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഇതിലേ ഇങ്ങനെ നടന്ന് താഴോട്ടേക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ഭയങ്കര വിശപ്പും കൊണ്ട് താഴോട്ട് നടന്നു കഴിഞ്ഞാൽ തലവേദന, തലകറക്കെല്ലാം വരും. അപ്പൊ ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് വയറിനെ ഒന്ന് സേഫ് ആക്കണം. അപ്പൊ ഇവിടുന്ന് ഈ പാറയിൽ ഭക്ഷണം ഉണ്ടാക്കാന്നായിരിക്കും. വേറെ എവിടെയും സ്റ്റോവും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും കാണുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇന്നിപ്പോ എത്ര സ്ഥലം എത്തിയെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഇതേപോലെയുള്ള ഒരുപാട് യാത്രകൾ ചെയ്തുകൊണ്ടേയിരിക്കും. കാടും സാഹസികതയെല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇതൊക്കെ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഫുഡിന്റെ പ്രിപ്പറേഷൻ ചെയ്യട്ടെ. എന്താണോ ഇതിൻ്റെ അകത്ത്? അല്ല, ഇതിൻ്റെ അകത്ത് എന്താന്നുള്ളത് ഇത് തുറക്കാനും പറ്റുന്നില്ല. ഭയങ്കര ടൈറ്റ്. എന്തോ കുലുങ്ങുന്നുണ്ട് അകത്തുനിന്ന്. വേണ്ട, എന്തോ കാര്യമായ എന്തോ സാധനം ഉണ്ട്. നല്ല പാത്രമാണ്, ഞാൻ കഴുകി നല്ല സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടാ, ഇതിപ്പോ എന്തായാലും എന്റെ പോക്കറ്റിലുണ്ട്. ഇത് കുറച്ചൊരു നല്ല സ്ഥലത്ത് എത്തിയിട്ട് തുറക്കാന്ന് വിചാരിച്ചിട്ട്. നല്ല സാധനമാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ. ഓ, സ്റ്റോവ് ഉണ്ടല്ലേ? അല്ല, ഞങ്ങള് സാധാരണ മറ്റേ തീ ഇട്ടിട്ടുള്ള. ഇവിടെ തീയിട്ടാ റിസ്ക്. അത് മാത്രല്ല, വെള്ളം മൊത്തം നനഞ്ഞെടുക്കല്ലേ. എന്തായാലും ഞങ്ങൾ നൂഡിൽസ് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള പരിപാടിയാണ്. എവിടെ തുറക്കണമൊക്കെ
ഇത് മറ്റേ ചായക്കടയിൽ നിന്ന് വാങ്ങിയതാ ഇത് നൂഡിൽസ്? അല്ല, ഞാൻ ഇത് ആദ്യം ഉണ്ടായതാ. ഇതെങ്ങനെ അത് തുറക്കുന്ന സാധനം? അത് ഇവിടെ ഒരു സാധനം ഉണ്ടാവില്ലേ? അത് വീണുപോയാ? ഓ, ഇത് വീണുപോയില്ലേ? തുണി വെച്ചിട്ട് പിടിച്ചു നോക്ക്. ഇല്ല, ഇത് തുണി വെച്ചിരിക്കാൻ കഴിയില്ല. ഇതിന് എൻ്റെ അടുത്തൊരു ടൂൾസ് ഉണ്ട്, ഞാൻ നോക്കട്ടെ. എന്ത് ടൂൾസ്? എൻ്റെ അടുത്തൊരു ടൂൾസ് ഉണ്ട്, അതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ല, അത് തുറക്കാൻ പറ്റില്ല. കിട്ടുന്നില്ല. സാധനം ഉണ്ട് എൻ്റെ അടുത്ത്. ആണ് പറയുന്നത്, എല്ലാവിധ ഗിയേഴ്സും ക്യാമ്പിന് വരുമ്പോ കയ്യിലുണ്ടാവണം. വേഗം ഒന്ന് കൊണ്ടാ. ഇതാ. എന്തേലും ഒന്ന് കുക്ക് ചെയ്യാം. ഇത് എങ്ങനെയാ തുറക്കുന്നത്? ടാൻ ടടാൻ. സ്റ്റാൻഡേർഡ് സെറ്റോ? ആ അതെ. ആ. ഇത് ഇതാ, ഞാൻ കൊണ്ട് തിരിച്ചാ അതുപോലെ. ഇതാ, അതിനെ കൊണ്ട് തിരിച്ചാ മതി. ഇത് ഫ്ലയർ. ആ, അതില്ലേ അതില്ലേ ഓഹോ, അപ്പൊ സംഭവം സക്സസ്. ഇതാണ് സാധനം കേട്ടോ. ഇത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും വേഗം കുക്ക് ചെയ്തിട്ട് പിന്നെ പോവാം. അല്ലേ? വെള്ളം തിളച്ചിട്ടിടാം അല്ലേ? 2 പാക്കറ്റ് പോരെ? പിന്നെ ഇപ്പൊ 2 പാക്കറ്റ് മതി. ഇനി കുറച്ച് കഴിഞ്ഞ് വിശക്കാണെങ്കിൽ പിന്നെയും കഴിക്കാം. ഒന്നിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാലേ വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ കിട്ടിയില്ല, പ്രശ്നം. കൊഞ്ചം കൊഞ്ചം. നല്ല ദാഹമുണ്ട്, എനിക്ക് വെള്ളം കുടിക്കണം. എന്റെ വെള്ളം ഇവിടെ വെള്ളം ബാഗിലാണ്, വാട്ടർ ബാഗ് ഇവിടെ എവിടെയെങ്കിലും ഹാങ് ചെയ്യണം. കുപ്പിവെള്ളം വേണ്ടല്ലോ, നീ കുടിക്കില്ല. കുടിക്കുകയാണ് ചെയ്യുക, കുടിക്കാണ്ടെന്താ. ഇവിടെ ഓഫ് ആക്കുന്ന സാധനമുണ്ടോ? ഓ, ഇപ്പൊ എന്റെ ആവശ്യം വന്ന്. പിന്നെ ആയുധം വേണ്ടേ? ഇത് എന്റെ ഫാദറിന്റെ ആട്ടാ. അതെ, വാപ്പാന്റെ. ഫാദർ ഉപയോഗിച്ചോണ്ടിരുന്ന ഫാദർ ഉപയോഗിച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞ, ഫാദർ എവിടെയും പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്നാ പണ്ട്. എനിക്ക് ഒരു 10-35 വർഷം മേലെയായി. അത് 35 വർഷം ഒന്നല്ല, എന്റെ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ട്. പോയാ ഇനി ഇത് ഇറക്കാൻ വല്ല സാധനം ഉണ്ടോ അതിനകത്ത്? ഇറക്കാനാ എല്ലാം ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓ, ഇതാണോ? എല്ലാം നടക്കും. അടിപൊളി. സംഭവം കിട്ടും. ഇതായില്ല. കഴിച്ചാൽ മതി. പിന്നെ ഇരുട്ടായി കേട്ടാ, എന്താ ചെയ്യാ? പിന്നെ നിന്റെ പാത്രം എടുത്തിട്ടോ, ഇത് ഞാൻ കഴിക്കാൻ പറ്റും. ആ,
ഇത് കഴിച്ചു കഴിഞ്ഞാലും തരാം ഉം. നമുക്ക് വേഗം പോവാലോ. അതെ. അല്ല ഇവിടെ നിന്ന് സമയം കളഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല. ഇതെന്റെ വാപ്പ പണ്ട് കൊണ്ടുതന്നല്ല വാപ്പക്ക് വേണ്ടി വാങ്ങിയതാ. അങ്ങനെ ഇത് ഞാൻ വാപ്പന്റെ ഓർമ്മക്ക് വേണ്ടിയിട്ട് എന്റെ കയ്യിൽ ഇങ്ങനെ വെച്ചായിരുന്നു. ഇത് 10-40 വർഷം ഇതുണ്ട്, വയസ്സുണ്ട് കേട്ടോ ഇതിന്. അപ്പൊ ഇത് ഇങ്ങനത്തെ സന്ദർഭത്തിലാണ് ഇത് യൂസ് ചെയ്യുക. ഇതുണ്ട്, ഇതിന് പല സാധനങ്ങളും ഉണ്ട്. ഇത് ആക്സ് ഉണ്ട്, മറ്റേ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, ഡ്രില്ലുണ്ട്, പിന്നെ ഇതാ പ്ലെയർ ഉണ്ട്. ഈ പ്ലെയർ കൊണ്ടാണ് നേരത്തെ സ്റ്റോവ് ഓപ്പറേറ്റ് ചെയ്തത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാധനം കയ്യിൽ വെക്കുന്നത് കണ്ടോ, ഇങ്ങനെ ജംഗൽ സർവൈവ് ചെയ്യുമ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇതെന്റെ കയ്യിൽ തന്നെ ഭദ്രമായിട്ട് അവിടെ വെക്കട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള ടിപ്സിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഒന്നുമില്ല. ഇതല്ലേ ഓ എന്റെ പൊന്ന്. എന്റെ പാത്രം കൊണ്ട് ആ. ചെറിയ പാത്രം എടുത്ത് ആ അത് മതി. കുറച്ചേ കൊള്ളുള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ ഇടാലോ. വേഗം കഴിക്കും. പോവാം. ഞങ്ങള് ഒറ്റ നേരമാവുന്ന മര്യാദക്ക് ഫുഡ് കഴിക്കുന്നത്. കോഴിമുട്ടുണ്ട് വേഗനകത്ത്. ആ കോഴിമുട്ട ഉണ്ടായിക്കോട്ടെ, അല്ല ഞാൻ പറയാം. വേറെ കാര്യമുണ്ട്, നമ്മളിപ്പോ ഇങ്ങനെ പോകുമ്പോ കുറേ ദിവസം കഴിക്കുമ്പോൾ നമുക്ക് വയറ് നിറയും. അതെ, വയറുന്നേരം മാത്രമല്ല ടോയ്ലറ്റിൽ പോണം, ആ പ്രശ്നം പോവും. ഹെവി ആയിട്ട് കഴിക്കരുത്. എന്തെങ്കിലും മുട്ടയോ പഴമോ കടലയോ ഡ്രൈ ഫ്രൂട്ട്സോ ഈത്തപ്പഴം അങ്ങനത്തെ ഒക്കെ കഴിക്കാം. ഇതിപ്പോ പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ട് ഇവിടുന്ന് താഴോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം. നൈറ്റാണ്, കുറച്ച് ശ്രദ്ധിച്ച് വേണം പോവാൻ. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ എന്തായാലും ഭയങ്കര റിസ്ക്കാ. മലവെള്ളം ഒഴിച്ചു വന്നാലേ ഭയങ്കര പാടാ. രാത്രിയിൽ ടെൻ്റൊക്കെ കെട്ടിയാലേ, ഹാമൊക്കെ കെട്ടിക്കഴിഞ്ഞാലേ ഭയങ്കര സീനാ. ഒരു ഇത് കൂടി ഉണ്ടാക്കായിരുന്നു. മതിയല്ലേ? വേണ്ട, നമുക്ക് താഴെ പോയിട്ട് സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ ഒന്നും കൂടി നോക്കാം. ഇതിന്റെ വെള്ളം എടുക്കല്ലേ? ആ വെള്ളം ആ വെള്ളം നല്ല വെള്ളമല്ലേ, അത് കുറവ് വെള്ളമല്ല. മലവെള്ളം വരുമ്പോഴാണ് പ്രശ്നം. അതാണ്. ഭക്ഷണം എല്ലാം കഴിച്ച് പാത്രം എല്ലാം കഴുകി വെച്ചപ്പോഴത്തേക്ക് ഒരു ചീവീട് കൈമേൽ വന്നത്. ചീവീടിനെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോട്ടാ. ഇതാണ് ചീവീട്, സാക്ഷാൽ ചീവീട്. എന്തായാലും അത് അതിന്റെ പ്രകൃതിയിൽ തന്നെ പോയി ഇരുന്നോട്ടെ. ടാറ്റാ. കൂച്ചി കൂച്ചി വേഗം വെക്കാം. നിന്റെ പാത്രമൊക്കെ വെച്ചില്ലേ? ഓ ആ അതൊക്കെ ഇതെന്താ? ഓ, ഇവിടെ waste. വേസ്റ്റൊക്കെ എടുക്കേ, ഒന്നും കൂടെ കളയില്ല. ഇതുണ്ട് light. ആ ഈ light ഇവിടെ നിന്ന് കുറച്ച് ഇടുക. ആ അത് കൊളുത്തിട്ടോ. അതെ. അപ്പൊ ഈ രാത്രിയിൽ താഴെ ഇറങ്ങി പോണല്ലേ? ഇന്ന് എടുക്കാമല്ലോ. ഇല്ല. എന്ത് light എടുക്കാം? ആ ഇതിൽ ഇറങ്ങണം. അതിലേ പോണ്ടേ. അവിടെ സ്ലിപ്പ് ആവുമെന്നുള്ള പേടിയുള്ളൂ എനിക്ക്. നോക്കി ഇറങ്ങണം കേട്ടോ. പിടിക്കാൻ ഒരു വള്ളി പോലും ഇല്ല. സൂക്ഷിച്ചിറങ്ങണേ, അവിടെ ഭയങ്കര സ്ലിപ്പറിയാ. ഞാൻ നേരത്തെ കുറെ നേരമായി അവിടുന്ന് സ്ലിപ്പാണ്. ഇതാണ്. അതെ എന്റെ പൊന്നെ, ഇതെങ്ങനെ ഇറങ്ങും? ആ ഇതിലേക്ക് ഇറങ്ങാ. ഇതൊക്കെ ഉണങ്ങി കിടക്കുക. ഈ മുള ഉണങ്ങി കിടക്കാന്ന് പറയാ. നോക്കട്ടെ അവിടെ. നോക്കി ഇറങ്ങ. ആ ഇങ്ങോട്ട് പോയാലോ? ഇങ്ങോട്ട് പോയാലോ? വാ ഇതിലേ അങ്ങ് പോവാം.
ആ ഇതിന്റെ നല്ല വഴി ഉണ്ടല്ലേ. എന്താ വഴിക്കലെന്നറിയാം അവിടെ. ആ നമ്മള് ഇറങ്ങിയ സ്ഥലം ആ വെള്ളച്ചാട്ടം. വീണ ആ ഭയങ്കര സ്ലിപ്പറി അല്ലേ ഇത്. ആ ആ നോക്ക് ഒരു ഗുഹ പോലെ നോക്കിട്ടെ. വലിയൊരു ഗുഹയാന്ന് തോന്നുന്നു കേട്ടാ ഇത്. ഇതിന്റെ അകത്തൊന്ന് പോയി നോക്കിയാലോ. ഇതിന്റെ അകത്ത് എന്താ ഉള്ളത് നോക്കട്ടെ. ഇതെന്താ സംഭവം നോക്കട്ടെ. ഇല്ല പൊന്നെ, ഇതെന്താ ഇത്? മണിമാളിക. ഇതല്ലേ മണിമാളിക പോലെ ഉണ്ടല്ലോ. ഇത് വവ്വാലിന്റെ കോട്ടയാന്ന് തോന്നുന്നു. ഇത് എത്ര വവ്വാലാ ഇത് നോക്കിയാട്ടെ. അതൊക്കെ അവിടെ തൂങ്ങിയിരിക്കുന്നേ ഒരുപാട് വവ്വാലുണ്ട് കേട്ടാ. ഒരു വല്ലാത്ത സ്മെല്ലും. മുഖത്ത് വന്നടിക്കോ. എത്ര എണ്ണ